അപ്പോൾ ദേ ഗായ്സ്, ഇത് നമ്മുടെ വീട്ടിൽ നടക്കുന്ന ഒരു പൂജയാട്ടോ. വീടെന്ന് ഉദ്ദേശിച്ചത് പാലക്കാടാണ്. അപ്പോൾ ഇവരൊക്കെ എന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ കളം വരയ്ക്കുക കേട്ടോ. ഇവർ കൈ കൊണ്ടും മറ്റേ ചിരട്ടയിൽ, നമ്മുടെ ചിരട്ടയിൽ തുളയിട്ടിട്ട് അതിൽ കൂടെയൊക്കെയാണ് നമ്മൾ ഈ കളം വരച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇവരിത് എന്തുകൊണ്ടാണ് വരച്ചുകൊണ്ടിരിക്കണതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അരിപ്പൊടി, മഞ്ഞപ്പൊടി, കുങ്കുമം ഇതൊക്കെ യൂസ് ചെയ്തിട്ടാണ് ഇത് വരച്ചുകൊണ്ടിരിക്കുന്നത്. ഇവർ വരയ്ക്കുന്ന കാണാൻ തന്നെ എന്ത് ഭംഗിയാണെന്നറിയോ. എൻ്റെ വീട് എറണാകുളത്ത് ആയതിനാൽ ഞാനിതൊക്കെ ആദ്യമായിട്ടാണ് ഗൈസ് കാണുന്നത്. ഇവരിത് വരച്ച് തീർന്നപ്പോൾ തന്നെ ഒരു 2 മണിക്കൂറെങ്കിലും ആയിട്ടുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ ഇതിൻ്റെ ഇടയിൽ കുറേ ദീപമൊക്കെ വെച്ച് ഇതാണ് ഗൈസ് നമ്മുടെ ഫൈനൽ ലുക്ക്. നല്ല ഭംഗിയുണ്ടായിരുന്നു വരച്ചേക്കുന്നത് കാണാൻ വേണ്ടിയിട്ട്. ഇടയിൽ ആ ദീപമൊക്കെ ഇരിക്കുമ്പോൾ നല്ല രസമുണ്ടായിരുന്നു. ഇത് ഇന്നലെ വൈകുന്നേരം തുടങ്ങിയതാട്ടോ. ഒരു 6 മണിയൊക്കെ ആയപ്പോഴത്തേക്കുമാണ് തുടങ്ങിയത്. അപ്പോൾ ഇതിന് മുന്നേ 2 കളവും കൂടി ഉണ്ടായിരുന്നു. ഇതാണ് ഏറ്റവും വലിയ കളം. അപ്പോൾ ഈ കളത്തിന് ചുറ്റും നമ്മൾ പൂവിട്ട് തൊഴാണ് കേട്ടോ. ഈ വലിയ കളം നമ്മൾ വരച്ച് തുടങ്ങിയത് ഏകദേശം ഒരു പുലർച്ചെ 5 മണിയൊക്കെ ആകുമ്പോഴാണ് കേട്ടോ. അപ്പോൾ നമ്മൾ തീർന്നത് എത്ര മണിക്കാണെന്ന് വെച്ചാൽ 7 മണിയൊക്കെ ആയിട്ടുണ്ട്. 7 മണി 6 ആ ഒരു ടൈമിലാണ് ഈ കളം വരച്ച് കഴിഞ്ഞത്. പിന്നെ എല്ലാം നമ്മുടെ കളം എല്ലാം കഴിഞ്ഞപ്പോഴത്തേക്കും തന്നെ ഏകദേശം ഒരു 10 മണി 11 മണിയൊക്കെ ആയി. നിങ്ങളുടെ അവിടെയൊക്കെ ഇതേപോലെ കളമുണ്ടോ ഗൈസ്? ഇപ്പം ഞാൻ പാലക്കാടാണ് ആദ്യമായിട്ട് കണ്ടേക്കുന്നത്. അങ്ങനെ ഈ വലം വെക്കൽ കഴിയുമ്പോൾ തന്നെ ഈ ദൈവങ്ങളൊക്കെ ഉറഞ്ഞു വന്ന് കളം മായ്ച്ചിടും ഗൈസ്. അപ്പം ഇത്രേ ഉള്ളൂ. ബൈ.